ആലപ്പുഴ കരുവാറ്റയിൽ നടന്ന 65 വയസ്സ് പ്രായമുള്ള ശിവൻകുട്ടിയുടെ കൊലപാതകം. അതിൻ്റെ ആ നാൾവഴിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിത്തെറിച്ച് പോകും. കൊലപാതകം ചെയ്തത് പ്രായപൂർത്തിയാവാത്ത 3 ആൺ സുഹൃത്തുക്കൾ. കൊട്ടേഷൻ കൊടുത്തതാകട്ടെ 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. വളരെ മനോഹരമായ ഒരു ക്രൈം തിരക്കഥ എഴുതുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ കൊലപാതകത്തിനുള്ള കൊട്ടേഷൻ കൊടുത്ത് അത് ആൺകുട്ടികൾ നടപ്പിലാക്കുന്നു. അതിനുശേഷം ആൺകുട്ടികൾ ആ കൊലപാതകത്തിൻ്റെ ആ ക്രൈം സീൻ ഈ പെൺകുട്ടിക്ക് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം കാലത്ത് ഈ വീട്ടിലേക്ക് വരുന്നു. വന്ന് വാതിൽ തുറക്കുന്നതിന് പകരം അവൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവൾ വാതിൽ തുറന്നില്ല. അവൾ നാട്ടുകാരെ വിളിച്ചു, ശബ്ദം കേൾക്കുന്നില്ല, അകത്ത് അനക്കില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്നു. അല്ലാതെ അവൾ വാതിൽ തുറന്നൊന്നും അകത്ത് കയറുകയല്ലല്ലോ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടികളിലുള്ള ഒരു പ്രൊഫഷണലിസം. അതായത് ബുദ്ധി വളർച്ച എത്താത്ത കുട്ടികളെന്നൊക്കെ നമ്മൾ വയസ്സിൻ്റെ ആ ഒരു സംഖ്യ കണക്കാക്കി നമ്മളൊക്കെ പറയുമെങ്കിലും സംഖ്യ അല്ല ബുദ്ധി വളർച്ചയുടെ ഒരു മാനദണ്ഡം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പെൺകുട്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്നു. ആളുകളുടെ സാമീപ്യത്തിൽ വീടിൻ്റെ വാതിൽ തുറന്നകത്ത് കിടക്കുമ്പോൾ വയസ്സായ തൻ്റെ ബന്ധു മരിച്ചു കിടക്കുന്നു. 65 വയസ്സുണ്ട് ഈ ശിവൻകുട്ടിക്ക്. അയാളുടെ കൈകാലുകളൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ട്. കഴുത്തിൽ ഒരു തുണി കുരുക്കിയ നിലയിൽ കാണപ്പെടുന്നു. പോലീസ് വരുന്നു, ക്രൈം സീൻ പരിശോധിക്കുന്നു. നാട്ടുകാരെ സ്വാഭാവികമായിട്ടും അവരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം ഈ കുട്ടിയും ചോദ്യം ചെയ്യുന്നു. അതിനിടയ്ക്ക് അവൾ പറയുന്നു, എനിക്ക് ഇന്ന് പരീക്ഷ ഉള്ളതിനാൽ ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ബുദ്ധിപൂർവ്വം സ്കൂളിലേക്ക് എന്ന് വ്യാജേന പോകുന്നു. പോലീസ് പക്ഷേ നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയും ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ പെൺകുട്ടി കുറ്റം സമ്മതിക്കുന്നു. താൻ കൊടുത്ത കൊട്ടേഷനാണ് ഈ കിടക്കുന്ന കൊലപാതകം. അതിന് തനിക്ക് പ്രേരണയായത് തനിക്കൊരു ഐഫോൺ വാങ്ങണം. തൻ്റെ പ്രായം ചെന്ന കൂട്ടുകാർ, ഇവൾക്ക് 13 വയസ്സ്, ഇവളുടെ സുഹൃത്തുക്കൾക്ക് വയസ്സ് 16 17 അവർക്ക് ഒരു ബൈക്കൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു പണം കണ്ടെത്താനുള്ളൊരു വഴിയായിട്ടാണ് ഈ കൊലപാതകം. അവൾക്കറിയാം ആ വീട്ടിൽ കാര്യമായ രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ സ്വർണ്ണ മാല ധരിക്കുന്ന ആളാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കറിയാം 1 പവൻ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പണം. നമുക്കറിയില്ല. നമുക്ക് ചിലപ്പോൾ ഈ ആഭരണശാലയിൽ പോയിട്ട് ചോദിക്കേണ്ടി വരും, 1 പവൻ സ്വർണം വിൽക്കുമ്പോൾ എത്ര കിട്ടുന്നുള്ളത്. പക്ഷേ ഇവർ കാൽക്കുലേറ്റർ നോക്കി അവർ കണക്കാക്കി അവർ പറയും എത്ര രൂപ കിട്ടുന്നുള്ളത്. അപ്പോൾ അത്രയും അപ്ഡേറ്റാണ് അവർ. അപ്പോൾ 6 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ. അതുണ്ടെങ്കിൽ ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഒരു ഐഫോൺ വാങ്ങാൻ പറ്റും, 1 2 ബൈക്കും വാങ്ങാൻ പറ്റും ഈ 6 പവൻ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും വിദഗ്ധമായിട്ട് വളരെ പ്ലാനോട് കൂട്ടിയിട്ട് ഈ കാര്യങ്ങൾ. ഇദ്ദേഹം കിടക്കുന്ന സ്ഥലം, ആ വീടിൻ്റെ സ്ഥിതി, ഇതെല്ലാം ഈ പെൺകുട്ടി ഒരു പക്ഷേ മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വഴി ഈ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിരിക്കാം. ഏത് വഴിക്ക് വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നും പരിപാടി നടത്തിയതിന് ശേഷം ഏത് വഴിക്ക് രക്ഷപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി അവർക്ക് വ്യക്തമായിട്ട് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തിരിക്കാം. ഈ കൊലപാതകം ഈ കൂട്ടുകാർ നടത്തിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കറിയാം ഇതൊരു പ്രൊഫഷണൽ ടച്ചോട് കൂട്ടിയാണ് ഇവർ ഈ കൊലപാതക പരമ്പരയ്ക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പെൺകുട്ടി പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ അവൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അവൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടി ചെയ്ത ഒരു കൊലപാതകം. എന്താണ്? സ്വന്തം ബന്ധു. ഇപ്പോഴും ഈ പെൺകുട്ടി ഈ ശിവൻകുട്ടിയുടെ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഒക്കെ പറയുമ്പോൾ ഒക്കെ ഇതല്ലേ, പ്രായപൂർത്തിയാവാത്തവർ. അപ്പോൾ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഫോട്ടോ ഇടാൻ പറ്റില്ല, അവരുടെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെ പോലെയുള്ള വിഡ് കുഷ്മാണ്ഡങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമസംഹിതയാണിത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികൾ അവരുടെ മുഖം കാണിക്കാൻ പാടില്ല, അവരുടെ അഡ്രസ്സ് പറയാൻ പാടില്ല. ഇവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം. ഒരു പ്രൊഫഷണൽ കില്ലർ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ട് ഈ കൃത്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവരെപ്പോഴും നമ്മുടെ കോടതിയുടെ മുമ്പിൽ കുട്ടികളാണ്, വെറും കുട്ടികളാണ്.
ഈ സമയത്ത് എനിക്ക് ആ ഒരു മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞു, നീ വെറും കുട്ടിയാണ് എന്ന് പറയുന്ന പോലെ. നമുക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ക്രൈം സിനിമകളെ പോലും വരുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. എത്ര പ്രൊഫഷണൽ ടച്ചോട് കൂടി ഇവർ ഈ കൊലപാതകം നടത്തിയത്. കയ്യറ ധരിച്ച് ക്രൈം സീനിൽ യാതൊരു തെളിവും അവശേഷിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി വിതറി തെളിവുകളൊക്കെ നശിപ്പിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക. 13-17 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ. എൻ്റെ ചെറുപ്പത്തിൽ 17 വയസ്സ് 15 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് തുണിപ്പന്ത് കളിക്കലാണ് അന്നത്തെ കാലത്തെ കുട്ടികളുടെ ഒരു വിനോദം. ആൺകുട്ടികളുടെ. പെൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും കിളിമാസോ അല്ലെങ്കിൽ അത്തളപ്പത്തളയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കളി കളിക്കും. അന്നത്തെ കാലത്ത് അവർക്കുള്ള ബുദ്ധിവികാസം അത്രയേ ഉള്ളൂ. ആ ഒരു ബുദ്ധിവികാസത്തിൻ്റെ അളവ് പോലെ വെച്ചിട്ടാണ് ഇന്നത്തെ മോഡേൺ യുഗത്തിലുള്ള ജൻസികളിനെ കണക്കാക്കുന്നത്. ഒറ്റ അളവ് പോലെ ഉണ്ട്. അന്നത്തെ കാലത്ത് ശരിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള തലമണ്ടയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ തുണിപ്പന്തുണ്ടാക്കി കളിക്കുക അല്ലെങ്കിൽ തെങ്ങിൻ്റെ മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കുക. അന്നൊക്കെ അത്രയേ ഉള്ളൂ അവരുടെ ബുദ്ധിവികാസം. ഇന്നത്തെ കുട്ടികൾ അതാണോ? ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരു മൊബൈൽ ഫോൺ കൊടുത്തു വയ്ക്കാൻ. അത് ഏത് വെർഷനാണെന്ന് പറയും, അതിന് സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അവർ കമ്പ്യൂട്ടറുകൾ വേദന കാര്യങ്ങൾ പറയും. അത്രയും അപ്ഡേറ്റാണ് ഇന്നത്തെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും. അപ്പോൾ 13 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ പണ്ടത്തെ കണക്ക് വെച്ച് നോക്കുന്ന ഇന്നത്തെ 13 വയസ്സുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണക്ക് പ്രകാരം ഒരു 35-40 വയസ്സുള്ളൊരു പെണ്ണിൻ്റെ ബുദ്ധി വളർച്ചയുണ്ട്. അതുപോലെ ആൺകുട്ടിയായാലും. അപ്പോൾ അതൊന്നും നമ്മൾ കണക്കാക്കാതെ പണ്ടത്തെ നിയമങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നുള്ള ഗണത്തിലൊക്കെ പെടുത്തിയവരെ നിയമത്തിൻ്റെ പരിരക്ഷയിൽ കൊണ്ടുവരുന്നത്. ഇവർക്കറിയാം ഇവർക്ക് കൂടി വന്ന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ എത്രമാത്രമാണ്. കൂടി വന്ന് അവർക്ക് കുറച്ച് നാൾ ഏതെങ്കിലും ജൂനിയർ ഹോമിൽ ഒരു സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ച് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വല്ല കൗൺസിലിങ് കിട്ടിങ് നടത്തി അത്രയേ ഉള്ളൂ. അവർ വീണ്ടും പുഷ്പം പോലെ വരും. ഇനിയിപ്പോൾ അവർക്ക് വന്നതിന് ശേഷം സമൂഹത്തിൽ ഇറങ്ങി വരുമ്പോൾ അവരൊരു കൊലപാതകിയാണ് ആ ഒരു തരത്തിൽ സമൂഹം അവരെ കാണുന്നുള്ള ഒരു മാനക്കേട് അവർക്കില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ നീ പോവില്ലേ എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളൊന്നും അവർക്ക് അത്രയും ഡോൺ കെയറാണ് അവർ. സ്വന്തം മാതാപിതാക്കളെ പോലും വിലവയ്ക്കാത്ത മക്കളാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് സമൂഹത്തിനാണ് പേടി. സമൂഹത്തിനോടാണ് അവർക്ക് പ്രതിബദ്ധതകൾ. ആരോടാണ് പ്രതിബദ്ധത ഉള്ളത്? മാതാപിതാക്കളോട് പോലും ഇല്ല, പിന്നെയാണ് സമൂഹത്തിനോടുള്ളത്. അപ്പം നിയമങ്ങൾ മാറ്റി എഴുതേണ്ട ഒരു സമയം കഴിഞ്ഞു. എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ ദിവസം നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. 13 വയസ്സുള്ളൊരു കുട്ടി തൻ്റെ കൂട്ടുകാരെ കാര്യസാധ്യത്തിന് വേണ്ടി പോക്സോ കേസിൽ പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവളുടെ പിതാവിനെ പോക്സോ കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇവർക്കൊക്കെ ബുദ്ധിയില്ലാതാണ്. ബുദ്ധിയില്ല എന്ന് ഇവർക്ക് നമ്മളാണ് പറയുന്നത്. ഇവർക്ക് ബുദ്ധിയില്ല, ബുദ്ധി വളർച്ചയില്ല, ഇവർ ഈ ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തിയാവാത്തവരെന്നൊക്കെ നമ്മളാണ് ഇവർക്ക് ഒരു ലേബിൾ എഴുതി കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരൊക്കെ എമ്മണ്ടൻ ആൾക്കാരാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ നിയമത്തിലുള്ള ഈ ശിക്ഷാ രീതികളൊക്കെ വ്യത്യാസപ്പെടുത്തണം. ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചിട്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കണം. അല്ലാതെ വെറും പ്രായത്തിൻ്റെ ഒരു കണക്ക് മാത്രം വെച്ചുകൊണ്ടായിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഓരോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന ഓരോ ക്രൈമുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി വീട്ടിൽ ഇരിക്കാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഉള്ള നിയമ നിർമ്മാണ വ്യവസ്ഥകൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. മാറുന്ന കാലത്തിനനുസരിച്ച് നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയില്ലെങ്കിൽ ഇവരൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവരെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടും. വളരെ ഭംഗിയായിട്ട് അവർ പുറത്തു വരികയും ചെയ്യും. അതിനാൽ ഈ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്.